മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥൻ്റെ ചെയ്തികളെല്ലാം സാഗറിൽ നിന്ന് മനസ്സിലാക്കിയ മാർക്കോ മേഘനാഥനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ മേഘനാഥനെ ഇനി ഒരു പെണ്ണ് കേസിൽ തന്നെ, എന്നെ അവൻ പെണ്ണ് കേസിലല്ലേ പെടുത്തിയത്, അപ്പോൾ അവനെയും പെണ്ണ് കേസിൽ തന്നെ വേണം പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ തീരുമാനിക്കുകയാണ്. അങ്ങനെ സാഗറിനെ അവരുടെ കൂടെ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് മാർക്കോ സാഗറിന് വാക്ക് കൊടുക്കുകയാണ്. വീട്ടിലെല്ലാവരോടും വലിയ വീരവാദങ്ങളെല്ലാം അടിച്ചു പോയിട്ടുള്ള മേഘന വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആകെ ഒരു വിഷമമാവുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിട്ട് നടക്കുമെന്നൊക്കെ വീട്ടുകാരെ വിശ്വസിപ്പിച്ച് പോയ മേഘന തന്നെയാണല്ലോ എല്ലാ പണിയും തിരിച്ചു കിട്ടിയെന്ന് ഓർക്കുമ്പോൾ മേഘന് വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, ഒന്നും ആയില്ല അച്ഛാ, അവനെ കോടതി വെറുതെ വിടുകയും എല്ലാ കുറ്റങ്ങളും എൻ്റെ മേൽ വന്നടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുകയാണ്. അപ്പോൾ വാമദേവൻ പറയും, നീ ഇനി ശ്രദ്ധിക്കണം, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യം തീരും എന്നും മേഘനാഥനോട് വാമദേവൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സീമന്തിനി പറയുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കുന്നൊക്കെ പറയുന്നു. അത് കേട്ടുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട്, എന്തിന് മാറി നിൽക്കുന്ന, മേഘേട്ടൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നു, നിൻ്റെ ആങ്ങള തന്നെയാണ് അവനെ രക്ഷപ്പെടുത്തിയത്, അവൻ വക്കീൽ കോട്ടണിഞ്ഞ് അവിടെ വന്നുകൊണ്ട് വല്ലാത്ത പ്രകടനം നടത്തി അവനെ പുറത്തിറക്കിയതാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഷോക്കാകുകയാണ്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, ഞാൻ ചോദിക്കട്ടെ, അയാളുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, കണ്ട കള്ളനിയും ഗുണ്ടേനെല്ലാം പുറത്തിറക്കാൻ വേണ്ടിയാണോ ഏട്ടൻ വക്കീൽ കോട്ടണിഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അങ്ങോട്ട് പോവുകയാണ്. പ്രതാപൻ കരുണയെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം തല്ലിച്ചതച്ച ആളെയാണ് കണ്ണൻ പുറത്തിറക്കിയിരിക്കുന്നുള്ള വിവരം എല്ലാം അറിയുന്നുണ്ട്, നീ അതിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നൊക്കെ കരുണയെ വിളിച്ച് പറയുന്നുണ്ട് പ്രതാപൻ. പിന്നീട് കണ്ണനും മഹിയും കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗയും കരുണയും കൂടെ രണ്ടുപേരോട് ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ ആങ്ങളേനെയും കരുണയുടെ അച്ഛനെയും പുറത്തിറക്കിയ അവനെ നീ ജാമ്യത്തിൽ ഇറക്കിയല്ലേ, അവനെ വെറുതെ വിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ അച്ഛനെ എന്നോടും മഹിയോടും അവർ ചെയ്ത ക്രൂരതകൾക്കൊന്നും അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല അല്ലേ, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോഴാണല്ലോ അമ്മയ്ക്ക് ഇത്ര സങ്കടം എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ. അപ്പോൾ അവിടെ മഞ്ജു എത്തുകയാണ്. എന്നിട്ട് മഞ്ജുവും ചോദിക്കുന്നുണ്ട്, ഒരു കണ്ട ഗുണ്ടയ്ക്കും കള്ളനും എല്ലാം വേണ്ടിയാണല്ലോ ചേട്ടൻ വാദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇവളാണല്ലോ ഇതിൻ്റെയൊക്കെ ആള്, ഇവളുടെ കാമുകനല്ലേ ആ മാർക്കോ എന്ന് പറയുന്ന ആള്, കണ്ണേട്ടനെ പറ്റിച്ചുകൊണ്ട് ഇവൾ അവൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചതായിരിക്കും, എന്നിട്ട് ഇവളൊരു ചുമ്മാ കള്ളക്കഥ ഉണ്ടാക്കിയതാണ്, ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയതായിട്ടെല്ലാം ചുമ്മാ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കള്ളക്കഥകളും കള്ളത്തരവും കാണിച്ച് ജീവിക്കുന്ന നിൻ്റെ കൂടെ ജീവിക്കുന്ന നിൻ്റെ ഭർത്താവാണെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജുവിന് ദേഷ്യമാകുന്നുണ്ട്, എൻ്റെ മേഘേട്ടനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മേഘനാഥൻ്റെ വീട്ടിൽ ചെന്ന് മഞ്ജുവിൻ്റെ ഫോണിലോട്ട് മേഘനാഥൻ്റെ പഴയ കാമുകിയുമായ മാനസയുടെയും ഫോട്ടോ വരുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും മഞ്ജു ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. ഇവർ പറഞ്ഞതിനെല്ലാം ഒരു കാരണമുണ്ടെന്നുള്ള കാര്യം മഞ്ജു അപ്പോൾ തിരിച്ചറിയുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകളാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.